ഹേയ് ഹലോ, ഇത് നമുക്ക് ക്ലേ യൂസ് ചെയ്തിട്ടുള്ള ക്ലാം എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നോക്കാം. യെസ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് അതിനൊരു ക്ലിംഗ് റാപ്പ് വിരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ആ ക്ലേ വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുത്ത് ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലേ എന്ന് പറയുന്നത് ഡസൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനീൻ്റെ ക്ലേ ആണ്. അപ്പോൾ ഈ ക്ലേനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും ഇതിൻ്റെ പ്രൈസും എല്ലാം ലിങ്ക് അത് വാങ്ങിക്കാനുള്ള ലിങ്കൊക്കെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ മീഷോ ഹോൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കുക. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതുപോലെ ക്ലേൻ്റെ നമ്മുടെ ഷെല്ലിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ എഡ്ജസ് ഒക്കെ ഒന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ചെറിയ എന്തെങ്കിലും ഒരു ഐറ്റം എടുത്തിട്ട് കുറച്ച് എന്തെങ്കിലും പെൻസിലോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ലൈൻസ് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഷെല്ലിൻ്റെ മുകളിലൊക്കെ ഉണ്ടാവില്ല ഒരു ലൈൻസ് അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് അമർത്തി വയ്ക്കുകയും ചെയ്യരുത്, അമർത്തി വരച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ക്ലിംഗ് റാപ്പിൽ നിന്ന് വളരെ സ്മൂത്തായിട്ട് ഇത് അടർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ എഡ്ജസൊക്കെ ഒന്ന് ഒരു വേവി ഷേപ്പിലാക്കി കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ഒരു ഭാഗം പൊന്തി അങ്ങനെ ആയിട്ട് നമ്മളൊന്ന് വേവി ഷേപ്പിലാക്കി കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇതുപോലെ ഒന്നും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ ബാക്ക് സൈഡിൽ എക്സ്ട്രാ കാണുന്ന ഒരു പീസില്ലേ, ആ ഭാഗം വെച്ചിട്ട് നമ്മളിത് രണ്ടും ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഐ എം റിയലി സോറി, കാരണം എന്താ വെച്ചാൽ ഈ ഒരു വീഡിയോ ഞാൻ ഫോൺ ഓഫായി പോയിട്ടുണ്ടായിരുന്നു. ഞാനത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാനിത് ചെയ്തുകൊണ്ടേയിരുന്നു. അവസാനം ഫോൺ നോക്കുമ്പോൾ ഫോൺ എപ്പോഴും ഓഫായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രേ കിട്ടിയിട്ടുള്ളൂ. ഒന്നുമില്ല, ആ ബാക്കിലുള്ള ഞാൻ പറഞ്ഞ എക്സ്ട്രാ പീസസ് രണ്ടും കൂടെ നമ്മളൊന്ന് ജോയിൻറ്റ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് വേവി ആക്കി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും സാധനങ്ങൾ വെച്ചിട്ടൊന്ന് ഡ്രൈ ചെയ്യാൻ വെക്കട്ടെ. അറ്റ്ലീസ്റ്റ് ഒരു ഡേ എങ്കിലും നിങ്ങൾ ഡ്രൈ ചെയ്യാൻ വെക്കണം. 24 hours ആണ് ഇതിൻ്റെ മിനിമം ഡ്രൈ ടൈം എന്ന് പറയുന്നത്. എന്നിട്ട് ഞാൻ വൈറ്റ് അക്രിലിക് കളർ യൂസ് ചെയ്തിട്ട് അത് ഫുള്ളൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്, പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ശേഷം ഞാൻ കുറച്ച് ലൈറ്റ് പിങ്കും അതേപോലെ ലൈറ്റ് പർപ്പിൾ കളർ യൂസ് ചെയ്തിട്ട് ഇതിനൊരു ടച്ചപ്പ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ സീഷെൽ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് വൈറ്റ് അല്ല, അതിൽ ഒരു പിങ്കിൻ്റെ ഒരു ടച്ച് ഉണ്ടല്ലോ, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വീണ്ടും ഒന്നും കൂടെ ഒരു വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ട് ഒന്നും കൂടെ അതൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ക്ലാം മേക്കിങ്. ക്ലേയും ക്ലാമും മിക്സഡ് ആയിട്ട് കൺഫ്യൂഷൻ ആകുന്നത്. ഓക്കെ, അപ്പോൾ അത് കംപ്ലീറ്റ് ഒന്ന് പെയിൻറ്റ് അടിച്ചെടുത്താൽ നമ്മുടെ ക്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി ഇതിനുള്ളിൽ ഒരു മുത്തും കൂടെ ഉണ്ടാക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക.